യൂത്ത് ലീഗ് പുനഃസംഘടനയിൽ പി കെ നവാസ് സംസ്ഥാന അധ്യക്ഷനായേക്കും. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 3 പേരുകളാണ് പരിഗണനയിലുള്ളത്. നിലവിലെ കമ്മിറ്റിയിലെ 2 പേർക്ക് പ്രായപരിധി ഇളവ് നൽകാനുള്ള ശുപാർശ തള്ളി. പ്രായപരിധിയിൽ തട്ടി മറ്റു നേതാക്കൾ ഒഴിഞ്ഞത് MSF ഭാരവാഹികൾക്ക് അവസരമായി. VS രഞ്ജിത്ത് നമുക്കൊപ്പം. VS രഞ്ജിത്ത്, വെൽക്കം ബാക്ക്. യൂത്ത് ലീഗിൽ 40-ന് താഴെയുള്ളവരായിരിക്കും എല്ലാ ഭാരവാഹികളും എന്ന തീരുമാനം നടപ്പാക്കുമ്പോൾ ആരൊക്കെയാണ് ഈ പദവികളിലേക്ക് എത്തുന്നത്? സുജിയ, 40 എന്ന പ്രായപരിധി കർശനമായി നടപ്പാക്കുമ്പോൾ ഇത്തവണയുള്ള ആർക്കും ഇളവില്ല എന്നുള്ളതാണ്. അതിൽ TP ജിഷാനെ പോലെ, മുഹമ്മദ് സിനാനെ പോലെയുള്ള നേതാക്കന്മാർക്ക് ഇളവ് കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിൽ തീരുമാനമായിട്ടില്ല. അക്കാര്യം നടപ്പാക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ കമ്മിറ്റിയിൽ ഫാത്തിമ തഹലിയ മാത്രമായിരിക്കും തുടരുക. അതുകൊണ്ട് തന്നെ പുതിയ ഭാരവാഹികളായി വരാൻ പോകുന്നത് നിലവിലെ MSFന്റെ ഭാരവാഹികളായിരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതിൽ തന്നെ നിലവിൽ MSFന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള PK നവാസ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാവും. PK ഫിറോസും സമാനമായി തന്നെയാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയത്. MSFൽ നിന്ന് നേരിട്ട് യൂത്ത് ലീഗിലേക്കുള്ള റെക്കമെൻഡേഷൻ ആയിരുന്നു. സമാനമായി PK നവാസ് MSFന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തും. അതിൽ പ്രധാനമായിട്ടുമുള്ള അദ്ദേഹത്തിന് ഗുണകരമായിട്ട് മാറുക മലപ്പുറത്ത് നിന്നുള്ള ഏക നേതാവായിരിക്കും ഇത്തരത്തിൽ പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളത്. കാരണം നിലവിൽ മലപ്പുറത്തെ യൂത്ത് ലീഗ് നേതാക്കന്മാരെല്ലാം 40 വയസ്സ് കഴിഞ്ഞവരാണ്. ഇനി പരിഗണിക്കപ്പെടാൻ പ്രായപരിധി ഇളവുള്ള ഒരേ ഒരാൾ MSFന്റെ സംസ്ഥാന അധ്യക്ഷനായ PK നവാസാണ്. മലപ്പുറത്തിൻ്റെ പ്രാതിനിധ്യം ഭാരവാഹി പട്ടികയിൽ വളരെ നിർബന്ധമായതുകൊണ്ട് തന്നെ ആ പരിഗണന വെച്ചുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനം PK നവാസിന് തന്നെ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് 3 പേരുകൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. നിലവിലെ കമ്മിറ്റിയിൽ സീനിയോറിറ്റിയുള്ള ഫാത്തിമ തഹലിയ തുടരുന്നുകൊണ്ട് ഒരു വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടി ഫാത്തിമ തഹലിയക്ക് ജനറൽ സെക്രട്ടറി പദം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പരിഗണന മുൻ MSF സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള മിസബ് കിഴരിയൂർ, ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റാണ് കോഴിക്കോട്, അദ്ദേഹത്തെ പരിഗണിച്ചേക്കാം. അതല്ലെങ്കിൽ MSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പരിഗണിക്കപ്പെട്ടേക്കാം.